അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ഭഗവാൻ ജനിച്ച് വീണ സ്ഥലം, ഒരു പുണ്യഭൂമി. ഭഗവാൻ ജനിച്ച സ്ഥലം എന്ന് പറയുമ്പം തന്നെ നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളതാണ്. കാരണം ഒരു ഭഗവാൻ ജനിക്കുകയോ അങ്ങനെയെന്നുള്ളതൊക്കെ നമ്മുടെ ചിന്തയിലുണ്ടാവാം. എന്നാൽ ഇതിഹാസം എന്നാണ് ഈ രാമായണത്തെ പറയുന്നത്. ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഉണ്ടായിരുന്നു ഭഗവാൻ ജനിച്ച ഭൂമി, അത്രത്തോളം ഒരു പുണ്യമായിട്ടുള്ളൊരു ഭൂമിയാണ് അയോധ്യയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമൻ്റെ കാലത്തിന് ശേഷം ലവകുശന്മാരെ രാജ്യമേൽപ്പിച്ചു, ലക്ഷ്മണൻ്റെ മക്കളെ രാജ്യമേൽപ്പിച്ചതിനൊക്കെ ശേഷം പിന്നീട് അവിടുന്ന് ഉണ്ടായിരുന്ന ഒരു നഗരത്തിൻ്റെ ഒരു തകർച്ചയുമൊക്കെ നമുക്ക് അയോധ്യയിൽ കാണാനായിട്ട് സാധിക്കും. വൈദേശിക ശക്തികളുടെ എല്ലാം കുത്തൊഴുക്കിൽ ക്ഷേത്രം നശിക്കലും പൂജയും ഒന്നും ഇല്ലാതെ കിടക്കലും എല്ലാം നമുക്ക് ഉണ്ടായതായിട്ട് അറിയാം. വീണ്ടും 500 വർഷക്കാലത്തെ സഹനങ്ങളും ഈ ക്ഷേത്രം അവിടെ പണി കഴിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോഴും ഉള്ള ഒരു സങ്കടവും സങ്കല്പവും പ്രാർത്ഥനയും എല്ലാം വിരാമമായിട്ടാണ് 2024 അയോധ്യ എന്നൊരു ക്ഷേത്രം അവിടെ പണിയുവാനായിട്ട് സാധിക്കുന്നതും അവിടെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം രാംലല്ല എന്നാണ് പറയുന്നത്. എന്താണ് രാംലല്ല? ചെറിയ കുട്ടിയുടെ ഒരു രൂപത്തിലാണ് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പൊതുവേ നമുക്ക് എല്ലാവർക്കും കുട്ടിയോടൊരു വാത്സല്യം ഉണ്ടാവും. അത് വാത്സല്യം എന്ന് നമ്മൾ പറയുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളൊരു മാതൃത്വമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. കുട്ടികളെ കാണുമ്പോൾ അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ലിംഗഭേദമില്ലാതെ തന്നെ കുട്ടികളെ കാണുമ്പോൾ നമ്മളെടുത്ത് കൊഞ്ചുന്നതും വാത്സല്യപൂർവ്വം സംസാരിക്കുന്നതെല്ലാം പ്രകൃതിദത്തമായ നമ്മുടെ ഉള്ളിലെ മാതൃത്വമാണ്. അപ്പോൾ ആ മാതൃത്വത്തോടുകൂടെ ഭഗവാനെ കാണുന്നു, ഭഗവാനെ നമ്മൾ കുട്ടികളെ എങ്ങനെ ചെയ്യണം അതുപോലെയൊക്കെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അവിടെ. അതുകൊണ്ട് രാംലല്ല എന്നുള്ളൊരു പ്രതിഷ്ഠയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ പ്രതിഷ്ഠയുടെ ഒരു പ്രാധാന്യവും കൂടെ നമുക്ക് നോക്കാം. ഈ ശില വിഗ്രഹം ഉണ്ടാക്കിയ വ്യക്തി അദ്ദേഹം ആദ്യത്തെ തവണ ഉണ്ടാക്കി, പിന്നെ അത് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തപ്പം ഇത് പറ്റില്ല, ഈ ഒരു ശിലയിൽ പറ്റില്ല, വേറൊരു ശില വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാലത്തെ ഒരു പ്രയത്നത്തിന് ശേഷം അങ്ങനെ ഒരു ശില കണ്ടെത്തി. രണ്ടാമതുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയപ്പം മുഖം ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞാൽ അതും റിജക്റ്റ് ചെയ്തു. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഏതാണ്ട് 1 മാസം മുമ്പാണ് 3ാമതായിട്ടുള്ള ശില നിർമ്മിക്കാൻ തുടങ്ങിയത്. അത് നിർമ്മിച്ചു കഴിഞ്ഞു, പൂർത്തീകരിച്ചു. എല്ലാവർക്കും വളരെ ഭംഗിയായിട്ടത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു മനുഷ്യൻ, ഒരു കുട്ടി നമ്മളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് വിഗ്രഹത്തിൽ നമുക്ക് നോക്കിയാൽ തിരിച്ചവിടെ നിങ്ങോട്ട് കിട്ടുന്ന ഒരു ദൃഷ്ടി എന്ന് പറയുന്നത്. അത്ര സ്നേഹവും കരുണയും കൃപയും ആ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരാമസ്വാമിയുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാംലല്ലയും അയോധ്യതയും ഒരു പ്രാധാന്യം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.